ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 2, 3 ശരി. 1. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഇത് ശരിയാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. അതും ശരിയാണ്. 1792 ശ്രീരംഗപട്ടണ സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു എന്നുള്ളതും ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി. ബി, സി, ഡി എന്നിവ ശരിയാണ്. ബി ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഇത് ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. ഇതിൽ എ മാത്രമാണ് തെറ്റായത്. വൈക്കം സത്യാഗ്രഹം 1924 എന്നുള്ളതാണ് ശരിയായത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. 2, 3, 4 എന്നിവ ശരിയാണ്. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. ആര്യ സമാജം രാജാറാം മോഹൻ റോയ് എന്നുള്ളത് തെറ്റാണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ അമേരിക്കൻ കോളനിയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ സി. 1783 പാരീസ് ഉടമ്പടി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിൽ ഉള്ള രാജ്യത്തു നിന്നാണ്? ഓപ്ഷൻ ബി. ഏഷ്യ. ആറാമത്തെ ക്വസ്റ്റ്യൻ 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം? ഓപ്ഷൻ എ 10. ഗ്രന്ഥശാല പ്രവർത്തകനായ P.N. പണിക്കരുടെ ജന്മസ്ഥലം? ഓപ്ഷൻ ഡി. ആലപ്പുഴ. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം? ഓപ്ഷൻ ഡി. ഹോക്കി. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ. ഉദ്യോഗ സംവരണം. ഈസ്റ്റിംഗ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. ഓപ്ഷൻ ബി. 1, 3 എന്നീ പ്രസ്താവനകൾ ശരി. 1. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. 3. ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ ഡി. ചിനൂക്ക്. 12. ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല കണ്ടെത്തുക. ഓപ്ഷൻ സി. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. 13. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ഓപ്ഷൻ ബി. 6:30 AM. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ആണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ഓപ്ഷൻ സി. മാൻഡമസ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്?
ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യൻ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. 16. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത്. ഓപ്ഷൻ സി കരിമ്പ്. ഓപ്ഷൻ സി ചോളം. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി കൂട്ട്. 19. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ഓപ്ഷൻ എ 2100 കലോറി. 20. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. 21. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്? ഓപ്ഷൻ ബി ഓൺലി 3. 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. 22. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. മുകളിൽ പറഞ്ഞിട്ടുള്ള 3 പ്രസ്താവനകളും തെറ്റാണ്. 23. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 1ഉം 2ഉം. 1. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ളത് തെറ്റാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. 24. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. 3 പ്രസ്താവനകളും ശരിയാണ്. 25. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നത് ശരിയേത്? ഓപ്ഷൻ ഡി 1ഉം 2ഉം. 1. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം. 26. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1ഉം 2ഉം. 1. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 2. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 27. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 2ഉം 3ഉം. 2. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. 28ാമത്തെ ക്വസ്റ്റ്യൻ. കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ
1ഉം 3ഉം. 1. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം. 3. സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. 29. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി, ഓൾ ഓഫ് ദി എബോവ്. സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാഷ്ട്ര സഖ്യത്തിന്റെ പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. 3 പ്രസ്താവനകളും ശരിയാണ്. 30-ാമത്തെ ക്വസ്റ്റ്യൻ. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി, 1ഉം 2ഉം. 1. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. 2. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. 31. കണ്ണിലെ കോർണിയ വരണ്ട അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ്? ഓപ്ഷൻ ഡി, വിറ്റാമിൻ എ. 32. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏത്? ഓപ്ഷൻ ബി, മലമ്പനി. 33. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? ഓപ്ഷൻ സി, പാൻക്രിയാസ്. 34. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. 35. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നാലെ റോക്കറ്റ് വനിത ആരാണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഓപ്ഷൻ ബി, ഋതു കരിദാൽ. 36. പർവതാരോഹകർക്ക് പർവതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ട്? ഓപ്ഷൻ എ, അന്തരീക്ഷ മർദ്ദക്കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാൽ. 37. അദിശ അളവുകളുടെ ഉദാഹരണം താഴെ ചേർത്തവയിൽ നിന്നും കണ്ടെത്തുക. ഇത് PSC ക്യാൻസൽഡ് ആണ്. 38. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്ന് ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ ബി, ക്ലോറോഫോം. 39. BCSINF എന്നീ മൂലകങ്ങളെ അവയുടെ അലോഹ സ്വഭാവത്തിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. ഇതും PSC ക്യാൻസൽഡ് ആണ്. 40. PSC ക്യാൻസൽഡ് ആണ്. 41. ഒരു 51-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി, ക്ലാസ് സി. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസമാണ്. ഓപ്ഷൻ എ, ഉത്പതനം. 53. താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ ഡി, ഓക്സിജൻ. 54. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ ഡി, ഈഥൈൽ മെർക്യാപ്റ്റൻ. ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു ഏതാണ്? ഓപ്ഷൻ എ, മോണോ അമോണിയം ഫോസ്ഫേറ്റ്. 56. ബ്യൂട്ടേന്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്?
ഓപ്ഷൻ സി 9. MSDSന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ ബി മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തിയണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ്. ഓപ്ഷൻ സി ഫ്ലാഷ് പോയിന്റ്. TECയിലെ ഘടകങ്ങൾ ഏവ? ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്ര ആണ്? ഓപ്ഷൻ ബി 2260.